ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണം നേരത്തെ തുടങ്ങിയതാണ്. ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി കൃത്രിമമുണ്ടെന്ന് പറയുക, പിന്നെ കൃത്രിമമുണ്ടെങ്കിൽ ഇല്ലാതാക്കാനെന്ന മാർഗം ശുദ്ധീകരിക്കുക എന്നുള്ളത്. ഈ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ തട്ടിപ്പാണ്. ഇതിനോടൊന്നും ആത്മാർത്ഥതയില്ല. ഒരു ഭാഗത്ത് കൃത്രിമമുണ്ടെന്ന് പറയുക, അതിനെന്താ പരിഹാരം? എന്താ? വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം. ഒരു ഭാഗത്ത് ഇരട്ട വോട്ടിടുമെന്ന് പറയുക, അതില്ലാതാക്കുക എന്നുള്ളതല്ലേ അത് മാറ്റാനെന്താ മാർഗം? എന്താ? അത് ഇരട്ട വോട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഒരു ഭാഗത്ത് കൃത്രിമമുണ്ടെന്ന് പറയുകയും മറുഭാഗത്ത് ഇത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ, ശുദ്ധീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? രാഹുൽ ഗാന്ധി അതൊന്നുമല്ല. ഈ ജമ്മത്തിൽ കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചു വരാൻ കേന്ദ്രത്തിനും സാധ്യമല്ല, ഇനി സംസ്ഥാനങ്ങളിൽ സാധ്യമല്ല. ആ തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണത്തെ എതിർക്കണം. ഞങ്ങൾ പറയുന്നത് ചില തെറ്റുകൾ ചില സമയം സംഭവിക്കാം. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ നേരത്തെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ശുദ്ധീകരിക്കണ്ടേ? ഭരണഘടനാ പ്രകാരം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള അധികാരം ആർക്കാ? ഇലക്ഷൻ കമ്മീഷന്. അത് ചെയ്യുന്നതിനെ എതിർക്കുന്നത് അല്ലല്ല. ഞങ്ങൾ ഇത് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് തന്നെ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞെന്താ? ആദ്യം പറഞ്ഞെന്താ? വോട്ടർ പട്ടിക അല്ലല്ലോ, യന്ത്രം, തെരഞ്ഞെടുപ്പ് യന്ത്രത്തിലെ കൃത്രിമം, അത് പോയി. പിന്നെ പറഞ്ഞു വോട്ടർ പട്ടികയിലാണ് കൃത്രിമം. ഏതാ ശരി? ആദ്യം പറഞ്ഞെന്താ? എല്ലാവരും കൈപ്പത്തിയിൽ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കൈപ്പത്തിയിൽ വോട്ട് ചെയ്യുമ്പോൾ താമരയെ കുത്തിയെന്നാണ് അല്ലേ? ഇപ്പോൾ അത് വോട്ട് എന്നിട്ട് എന്ത് ചെയ്തു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തു? അവർ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചു, നിങ്ങളിത് കൃത്രിമം എങ്ങനെയാണ് ഈ വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിക്കാൻ സാധിക്കുക? കോൺഗ്രസ് ഹാജരായില്ല. വോട്ടർ പട്ടികയിൽ കൃത്രിമത്തെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ പരാതിത. കോൺഗ്രസിൻ്റെ ആരും പരാതി കൊടുത്തില്ല. ഇപ്പം ഞങ്ങൾ പ്രാദേശിക തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക കൃത്രിമത്തിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തു, തെളിവ് കൊടുത്തു. ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു. പക്ഷെ കോൺഗ്രസ് കൊടുത്തോ? ഈ പറഞ്ഞ പോലെ ബീഹാറിൽ കൊടുത്തോ? മഹാരാഷ്ട്രയിൽ കൊടുത്തോ? ഹരിയാനയിൽ കൊടുത്തോ? കൊടുത്തില്ല.